കൊച്ചിയിൽ കാട്ടുതീ ആളിക്കത്തിയപ്പോൾ ആ തീച്ചൂളയിൽ കൊമ്പന്മാരുടെ ചവിട്ടേറ്റ് ഗോവയിലെ കാട്ടരുമകൾ ചരമശ്വാസം വലിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ആവേശത്തിന് ഞാൻ ഇങ്ങനെയൊക്കെ തള്ളി പറയുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് കറുത്ത മുത്തുകൾ പറയുമ്പോൾ റേസിസമായിട്ടൊക്കെ പലരും വിധി എഴുതും. എന്നാൽ പോലും എനിക്കിങ്ങനെ പറയാൻ തോന്നുന്നുണ്ട്. ആ രണ്ട് താരങ്ങളുടെ മനോഹരമായിട്ടുള്ള ഗോളുകളുടെ മികവിൽ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ അവസാനത്തെ ഹോം മത്സരത്തിൽ പരാജയപ്പെടുത്തിയത് കരുത്തന്മാരായിട്ടുള്ള FC ഗോവയാണ്. പോയിന്റ് പട്ടികയിൽ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ബഹുദൂരം മുന്നിൽ നിൽക്കുന്ന മനോലോ മാർക്കസ് എന്ന ലെജൻഡറി കോച്ച് പരിശീലിപ്പിക്കുന്ന FC ഗോവയെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയപ്പോൾ ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വീണ് കിട്ടിയ രണ്ട് അപൂർവ രത്നങ്ങളായിട്ടുള്ള ഫാലോ ഇന്ത്യയുടെയും കെവിൻ യോക്കിന്റെയും ഗോളുകളായിരുന്നു അതിന് തുല്യം ചാർത്തിയത് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകൻ എന്ന നിലയിൽ വളരെയധികം സന്തോഷം പകരുന്നുണ്ട്. ആദ്യ പകുതി മുതൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആക്രമിച്ച് കളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആഷ്ലി വെസ്വുഡ് എന്ന പരിശീലകന്റെ കീഴിൽ വളരെ തീക്ഷ്ണമായിട്ടുള്ള പെർഫോമൻസ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഉയരുന്നതിൽ ഒരു ആരാധകൻ എന്ന നിലയിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിനുശേഷം നെമിലിലൂടെ FC ഗോവ ഒരു ഗോൾ തിരിച്ചടിച്ചു. നെമില് പലതവണ അഗ്രസീവ് മുഹൂർത്തങ്ങൾ കളിക്കരത്തിൽ സൃഷ്ടിച്ചു എങ്കിൽ പോലും നെമില് ഒരു മലയാളി താരമായതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ ഒരു പ്രത്യേക ഇഷ്ടം എമിലിന് ഇടം പിടിക്കാനുണ്ട്. അതിനുശേഷം ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗതയം തിരുത്തിയ സൈനിങ് ആയിട്ടുള്ള ഫാലോ ഇന്ത്യയുടെ ഒരു കിഡിലൻ ഫിനിഷ്. അങ്ങനെ ആ രണ്ട് ഗോളുകളും കൂടി ചേർന്ന് നെമിലിന്റെ ആശ്വാസ ഗോൾ FC ഗോവയെ നേടിയപ്പോൾ ലീഗിലെ അവസാന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ കഴിഞ്ഞപ്പോൾ ആഷ്ലി വെസ്വുഡ് എന്ന പരിശീലകൻ നേരത്തെ വന്നിരുന്നെങ്കിൽ, ഫാലോയെ പോലെയും ഫ്രാൻചുവിനെ പോലെയുള്ള താരങ്ങൾ നേരത്തെ വന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഒരു നിമിഷം ആലോചിച്ചു പോവുകയാണ്.